കടന്നാൽ ആലപ്പുഴയിൽ വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണത്തട്ടിപ്പ്. ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ, തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് അമൽ രാജ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത്. ബിരിയാണി നൽകി ദുരിതബാധിതർക്കായി സമാഹരിച്ച 1,20,000 രൂപ തട്ടിയെടുത്തതായി എഫ്ഐആറിൽ പറയുന്നു. ശരണ്യ സ്നേഹജൻ തുടരുന്നുണ്ട്. ശരണ്യ, ഇത് പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന വിഷയമല്ലേ? ജില്ലാ നേതൃത്വം പ്രതികരിക്കുന്നുണ്ടോ ഈ വിഷയത്തോട്? ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ച കാര്യങ്ങൾ അവർക്ക് എഫ്ഐആർ ഇന്നലെ രാത്രിയാണ് വീണത്. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളതാണ് CPMന്റെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. ബിരിയാണി ചലഞ്ച് വയനാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി സർക്കാരിലേക്ക് തുക കൈമാറുന്നതിനായാണ് കായംകുളം കേന്ദ്രീകരിച്ചുകൊണ്ട് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ഈ ബിരിയാണി ചലഞ്ചുമായി ബന്ധപ്പെട്ട് സമാഹരിച്ച 1,20,000 രൂപ CPM പ്രവർത്തകരായ 3 പേർ ചേർന്ന് തട്ടിയെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നലെ രാത്രി കായംകുളം പോലീസ് ഇട്ട എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ മുഖ്യ പ്രതികളായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. തട്ടേക്കാട് ബ്രാഞ്ച് സെക്രട്ടറി അരുൺ, ഒപ്പം തന്നെ ഡിവൈഎഫ്ഐയുടെ പുതുപ്പള്ളി മേഖലാ പ്രസിഡന്റ് അമൽ രാജൻ, ഒപ്പം മുൻ ലോക്കൽ കമ്മിറ്റി അംഗം പുതുപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജൻ എന്നിവരെ പ്രതി ചേർത്തുകൊണ്ടാണ് കായംകുളം പോലീസ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CPMനെ സംബന്ധിച്ച് വളരെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. കാരണം ഇത്തരത്തിൽ ഒരു CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പണം തുക ബിരിയാണി ചലഞ്ച് നടത്തി പണം സമാഹരിക്കുകയും ആ തുക വയനാടിന് നൽകാതെ സ്വന്തം ലാഭത്തിനായി ഇവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. 1,20,000 രൂപ സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയാണ് സമാഹരിച്ചത്. ആ രീതിയിൽ തണൽ എന്ന ഒരു വ്യാജ സംഘടന രൂപീകരിച്ച പേരിൽ തണൽ എന്ന ഒരു സംഘടനയുടെ പേരിലാണ് ആ രീതിയിൽ പണം പിരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ചിട്ടുള്ള ഈ ബിരിയാണി ചലഞ്ചിൽ പങ്കെടുക്കണമെന്ന ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ തണലിന്റെ പേരിൽ ഫേസ്ബുക്കിൽ അടക്കം ഇവർ പ്രചാരണം നടത്തിയിരുന്നു. ഒപ്പം തന്നെ നോട്ടീസുകൾ അടിച്ച് വിതരണം ചെയ്തിരുന്നു. 1,200 ബിരിയാണികളാണ് കായംകുളത്ത് ഈ ബിരിയാണി ചലഞ്ചിന്റെ ഭാഗമായി അവർ വിറ്റത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെ ആളുകളിൽ നിന്ന് മുൻകൂർ പണം വാങ്ങി, ഒപ്പം തന്നെ ഈ ബിരിയാണി ചലഞ്ച് കൂടാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നതിന് പറഞ്ഞ് വേറെയും തുക സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരവും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നുണ്ട്. AIYFന്റെ മേഖലാ പ്രസിഡന്റ് ശ്യാംലാൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കായംകുളം പോലീസ് CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 3 CPM പ്രവർത്തകർക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയിൽ വയനാട് ദുരിതബാധിതർക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പണത്തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ 3 പേരാണ്. അവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു.